എല്ലാവർക്കും നമസ്കാരം. സുനിൽ തൃശ്ശൂരാണ്. കറണ്ട് ബില്ല് എങ്ങനെ വീട്ടിലിരുന്ന് അടയ്ക്കാം എന്നുള്ളതാണ് വീഡിയോ. നമ്മൾ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് KSEB എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിക്കുക. ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ KSEB സെൽഫ് സർവീസ് എന്ന് പറഞ്ഞിട്ട് വരും. KSEB വെബ് സെൽഫ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഈ കാണിക്കുന്ന ഓപ്ഷനാണ്. ഓപ്ഷനിൽ പോവുക. ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ലൈറ്റ് ബില്ല് അടയ്ക്കാൻ പറ്റും. ഒന്ന് നമ്മൾ കൺസ്യൂമർ നമ്പർ ഉപയോഗിച്ചിട്ട് അടയ്ക്കാൻ പറ്റും. മറ്റേത് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് അടയ്ക്കാൻ പറ്റും. ആദ്യം നമ്മൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ലൈറ്റ് ബില്ല് അടയ്ക്കാം എന്ന് നോക്കാം. ഞാൻ മുകളിൽ നമ്മുടെ മൊബൈൽ നമ്പറാണ് ടൈപ്പ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്റ്റീവ് ആയിരിക്കണം, മൊബൈൽ ബാങ്കിങ് ആക്റ്റീവ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബാങ്കിൽ പോവുക, നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്റ്റീവേറ്റ് ആക്കി എടുക്കുക. സെക്യൂറാണിപ്പോൾ. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓരോ ട്രാൻസാക്ഷൻ നമുക്കൊരു OTP വരും നമ്മുടെ മൊബൈലിൽ. ആ OTP ഇട്ടതിന് ശേഷം മാത്രമാണ് ബില്ല് പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മൊബൈൽ നമ്പർ ഇട്ടു. മൊബൈൽ നമ്പർ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് വന്നു, എൻ്റെ ബിൽ പേ എമൗണ്ട് വന്നു, കൺസ്യൂമർ നമ്പർ വന്നു. ഞാനത് ക്രോസ് ചെക്ക് ചെയ്തു. എൻ്റെ തന്നെയാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബിൽ എമൗണ്ട് ചെക്ക് ചെയ്തു. ഇതാണ് എൻ്റെ ഫ്രണ്ട് പേജ് വരുന്നത്. ബിൽ എമൗണ്ട് ഞാൻ ചെക്ക് ചെയ്തു. എനിക്ക് എൻ്റെ സ്ഥലം, നമ്മുടെ സെൻറ്റർ ഏതാണെന്ന് ചെക്ക് ചെയ്തു. എല്ലാം ഉറപ്പിച്ചു. കഴിഞ്ഞിട്ട് താഴെ ഒരിക്കൽ കൂടി വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇമെയിൽ ID മൊബൈൽ നമ്പറും ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ പേയ്മെൻറ്റ് എമൗണ്ട് ഇട്ടു, ഇമെയിൽ ID ടൈപ്പ് ചെയ്തു, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തു. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബ്ലൂ കളറിൽ കാണുന്നതാണ് പ്രൊസീഡ് ടു പേ. അവിടെ പോവുക. അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ബാങ്കാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക്, ഏത് ബാങ്കാണ് നമ്മുടെ അക്കൗണ്ട് എന്നുള്ളതിലേക്ക് പോവും. ആ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാസ്വേഡും യൂസർ IDയും ഇടിച്ചു കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ബില്ല് എത്ര എമൗണ്ടാണ് എന്നുള്ളതും എത്ര എമൗണ്ട് ആണ് നമുക്കിപ്പോൾ പേ ചെയ്യുന്നത് എന്നുള്ളതും ഏത് സമയത്താണ് പേ ചെയ്യേണ്ടത് എന്നുള്ളതും കാണിക്കും. അവിടെ നമുക്ക് ബില്ല് പേ ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഓപ്ഷനിൽ പോയിട്ട് എങ്ങനെയാണ് ബില്ല് പേ ചെയ്യുന്നതെന്ന് കാണിക്കാം. കൺസ്യൂമർ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ്, എല്ലാവർക്കും കൺസ്യൂമർ നമ്പർ ബില്ലിൽ വരും. അപ്പോൾ കൺസ്യൂമർ നമ്പർ ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. മുകളിൽ ഞാൻ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്തു. കൺസ്യൂമർ നമ്പർ കാണാതെ അറിയില്ല, അതുകൊണ്ട് ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൺസ്യൂമർ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എല്ലാവരും കൺസ്യൂമർ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞത് ശ്രദ്ധിക്കണം, അത് നമ്മുടെ തന്നെ പേരിലല്ലേ എന്നുള്ളത്. കാരണം വേറൊരു കൺസ്യൂമർ നമ്പർ അടിച്ചിട്ട് നമ്മൾ ബില്ല് പേ ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ലിലേക്കാണ് ബിൽ പേയ്മെൻറ്റ് പോവുക. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. കൺസ്യൂമർ നമ്പർ ഞാൻ അടിച്ചു കൊടുത്തു. താഴെ എനിക്കൊരു ക്യാപ്ച വരും. ആ 306JEM എന്ന് പറഞ്ഞിട്ട് വരുന്നത്, അതാണ് ക്യാപ്ച. ആ സാധനം അതുപോലെ മുകളിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് വരും, എൻ്റെ ഇലക്ട്രിക് ബില്ല് വരും, എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്ന് വരും. കഴിഞ്ഞ് ഞാനത് ക്രോസ് ചെക്ക് ചെയ്തു. ക്രോസ് ചെക്ക് ചെയ്തിട്ട് താഴെ ബിൽ എമൗണ്ട് നോക്കുക. ബിൽ എമൗണ്ട് അവിടെ അടിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ 100 രൂപയുടെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അടച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അത് മുകളിൽ അങ്ങനെ കാണിക്കുന്നത്. ഇമെയിൽ ID മൊബൈൽ നമ്പറും എനിക്ക് വീണ്ടും ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം എനിക്ക് OTP വരും. അതുപോലെ മെയിലിൽ എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. പേയ്മെൻറ്റ് എമൗണ്ട് ഞാൻ 200 രൂപയാണ് അടയ്ക്കുന്നത്. 200 രൂപ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് നീല കളറിൽ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക.
അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം പേയ്മെൻ്റ് എന്ന് ചോദിക്കും. പേയ്മെൻറ്റ് കൺഫേം ചെയ്യല്ലേ എന്നുള്ള രീതിയിൽ. എന്നിട്ട് നമുക്ക് ബാങ്കിങ്ങിൻ്റെ ഏത് അക്കൗണ്ട് ആണോ ലിങ്ക്ഡ് ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കും. ഇപ്പോൾ ഞാൻ SBI ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. SBIയിലാണ് എനിക്ക് അക്കൗണ്ട്. അവിടെ യൂസർ ID പാസ്വേഡ് അടിച്ചു കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൻ്റെ പേജിലേക്ക് പോവും. നമ്മൾ ലോക്ക്ഡൗൺ ആണ്, എല്ലാവർക്കും വീട്ടിലിരുന്ന് ബില്ല് പേയ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കാരണം പഴയ പോലെ അക്ഷയയിൽ പോകാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇലക്ട്രിസിറ്റി സെൻ്ററുകളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ബാങ്കിൻ്റെ പേജിലേക്ക് പോയപ്പോൾ എൻ്റെ എമൗണ്ട് കാണിക്കുന്നുണ്ട് 200 രൂപ. എൻ്റെ കൺസ്യൂമർ നമ്പർ കാണിക്കുന്നുണ്ട്. ഞാൻ ബില്ല് പേ ചെയ്യാൻ പോവുകയാണെന്ന് ബാങ്ക് എന്നെ അറിയിക്കുന്നുണ്ട്. ബാങ്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതിന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ SBIയുടെ റൂൾ പ്രകാരം SBI എനിക്കൊരു OTP അയക്കും. ആ OTP ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് കൺഫർമേഷൻ ഞാൻ പറഞ്ഞാൽ മാത്രമാണ് ആ ബില്ല് പേയ്മെൻറ്റ് പോവുള്ളൂ. കാരണം ഇതൊക്കെ സെക്യൂറാണ്. പഴയ പോലെ ഭയക്കേണ്ട ആവശ്യമില്ല. എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് OTP വരും. ആ OTP നമ്മുടെ മൊബൈൽ നമ്പർ വരും. ആ മൊബൈൽ നമ്പറിൽ നിന്ന് ആ OTP എടുത്തിട്ട് ഇതിലിട്ടാൽ മാത്രമേ ആ ട്രാൻസാക്ഷൻ മൂവ് ആവുള്ളൂ. അതാണ് കാണിക്കുന്നത്. ആ OTP എനിക്ക് വന്നു. ആ OTP ഞാൻ എടുത്തിട്ട് സെക്യൂർ പേയ്മെൻറ്റിൻ്റെ ഒരു കോളം വരും. അവിടെ ഞാനത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ആ OTP, ആ നമ്പർ, എനിക്ക് വന്ന നമ്പർ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വന്നു. അതിലേക്ക് ഞാൻ ആ OTP ഇട്ട് കൊടുത്ത് ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും KSEBയുടെ അതായത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പേജിൽ പോകും. പേജിൽ പോയിട്ട് നമ്മുടെ റെസിപ്റ്റ് നമ്പർ നമ്മൾ ഇത്ര പേയ്മെൻറ്റ് അടച്ചു, ഇത്ര സമയത്ത് അടച്ചു, ഇന്ന ഡേറ്റിൽ അടച്ചു എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വരും. അപ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുക. കൂടുതൽ സൗകര്യങ്ങളുണ്ടെങ്കിൽ നമ്മളതിനെ പ്രിൻ്റ് എടുത്ത് വയ്ക്കാം. അല്ലാത്ത പക്ഷം പ്രിൻ്റ് എടുത്ത് വെക്കണമെന്നില്ല. ഇതിങ്ങനെയാണെങ്കിലും പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. എൻ്റെ മൊബൈൽ അല്ലെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടർ പ്രിൻ്ററായിട്ട് കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഞാനതിന് പ്രിൻ്റ് എടുത്ത് വയ്ക്കുന്നില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം. കാരണം നമുക്ക് OTP വന്ന അതേ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഇലക്ട്രിക് ബില്ലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വരുന്നുണ്ട്. അത് SMS ആയിട്ട് വരും. അതുകൂടാതെ നമുക്ക് മെയിലായിട്ടും ഈ ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക നമ്മൾ റെസിപ്റ്റ് നമ്പർ അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഞാൻ പ്രിൻ്റ് എടുക്കുന്നില്ല. ഈ പേജിൽ വന്നു. എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ഉണ്ട്. കൺസ്യൂമർ നമ്പറുണ്ട്, ബിൽ അടച്ചതിൻ്റെ റെഫറൻസ് നമ്പറുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. എമൗണ്ട് ഉണ്ട്, എപ്പോഴാണ് അടച്ചതെന്നുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമുക്ക് യാതൊരുവിധ ഇതും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് KSEBയുടെ എനിക്ക് SMS അപ്പോൾ തന്നെ വന്നു. ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു, ഇതാണ് എൻ്റെ റെസിപ്റ്റ് നമ്പർ, ഇത്ര എമൗണ്ടാണ് വന്നത്, ഇത്ര സമയത്താണ് അടച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം വന്നു. നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുക എന്നുള്ള പണി കഴിഞ്ഞു. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അവിടെ തന്നെ എക്സ്ട്രാ പൈസ കൊടുക്കും. നമ്മൾ ടൈം പാസ് ചെയ്യും.